ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനില്ലേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു യാത്രാ വിവരണമാണ് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ രാജ്യത്ത് പോകുമ്പോൾ പല വിധത്തിലുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നു. ഈവൻ നമ്മൾ പല പ്രാവശ്യം ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്താലും ഒരു 6 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് അനുഭവപ്പെടും. അതായത് ഇതിനു മുമ്പ് പോയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കാണുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാര്യം ഞങ്ങൾ ഒരു 6 മാസത്തിന് മുമ്പ് പോയപ്പോഴും അപ്പോൾ കണ്ട സ്ഥലങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നു അല്ലേ. നിങ്ങൾക്ക് ആ ഫീലിംഗ് ഒന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് തോന്നിയിട്ടുണ്ട്. കാര്യം 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സന്ദർശിക്കുമ്പോൾ അവിടെ ആ സ്ഥലത്തുണ്ടാകുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലോകം ഒരുപാട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്നാൽ, അല്ലയോ. 12 മണിക്കൂറാണ് ഡേ ടൈമും 12 മണിക്കൂറാണ് നൈറ്റ് ടൈമും. പക്ഷേ 24 hours പോലെ നമുക്ക് തോന്നാറില്ല, അല്ലയോ. ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെ പെട്ടെന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ലോകം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിൽ കാണുന്ന ആ ഡിഫറൻസ്, അല്ലേ. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഇല്ലാത്തത് പലതും, അല്ലെങ്കിൽ ഉള്ളത് പുതിയതാക്കിയതും ന്യൂ തിങ്സ് കൊണ്ടുവന്നിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം, അല്ലേ. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ, നമ്മുടെ ലോകം ഒരുപാട് മാറി മാറി വരുന്നു, അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാത്രമാണോ, അതോ നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ടോ, അതോ സാധാരണ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലും ചെന്നെത്തേണ്ടതാണ്, അല്ലേ. പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് നോക്കും. നമ്മൾ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും, അല്ലയോ, അതെന്താണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കും, അല്ലയോ. അപ്പോൾ നമ്മുടെ ചുറ്റാകെ നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ് ടു ഡേറ്റ് ആകണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ സ്കൂളിലൊന്നും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്, അല്ലേ. കൂടുതൽ കാര്യം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കണക്ക് കൂട്ടാനും കുറയ്ക്കാനും മാത്രമായിരിക്കും, അല്ലേ. മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരുന്നു, അല്ലേ. ദിവസവും കേൾക്കുന്ന ന്യൂസുകൾ മുഖാന്തരം, അല്ലെങ്കിൽ പത്രത്തിലുള്ള വാർത്ത, TV വാർത്ത, പിന്നെ നമ്മൾ യൂട്യൂബിൽ കൂടി വാച്ച് ചെയ്യുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് എല്ലാം തന്നെ, അതിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലോകം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നു, നാട് എങ്ങനെ ഓടുമ്പോഴാണ്, നെടുവേ ഓടുമ്പോൾ നമ്മൾ കുറുകെ ഓടണമെന്ന്. അപ്പോൾ ആ ഒരു അനുഭവമാണ് എനിക്കും ഫീൽ ചെയ്തത് കേട്ടോ. ദിസ് ടൈം നമ്മൾ UK പോയി നിന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ ചേഞ്ചുകൾ, വളരെ നാളൊന്നും ആയിട്ടില്ല നമ്മൾ പോയിട്ട് തിരിച്ച് വന്നിട്ട്, പക്ഷേ ആ ഒരു കുറച്ച് കാലം കൊണ്ട് ഒരുപാട് ചേഞ്ച് ഞാൻ കണ്ടു. ആ ചേഞ്ച് ആക്ച്വലി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, പക്ഷേ എൻ്റെ മക്കൾ അവിടെ സ്ഥിരമായതുകൊണ്ട് അവർക്ക് ആ ചേഞ്ച് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ വരുമ്പോഴും അവർ പറയാറുണ്ട്, ലുക്ക് മമ്മി, ഇവിടെ ഒരുപാട് ചേഞ്ച് ഉണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ ബാല്യത്തിൽ നമ്മൾ കരുതിയിരുന്നത് പോലെ അല്ല ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ, സോ മച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. അതുപോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ആ ഡിഫറൻറ്റിലൊക്കെ നമ്മളൊന്ന് ക്യാച്ചപ്പ് ചെയ്യണം കേട്ടോ. നമുക്കുണ്ടായ ആ വ്യത്യാസം വളരെ വലുതാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അപ്രീഷിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ വളരുന്നതിൻ്റെ ഒരു നല്ല ഒരു ലക്ഷണമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ കൂടെ അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ കേട്ടോ. ഞാനും നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം ഇനി മറുപടി പറയും. ഇനി കുറച്ച് നാൾ നമ്മൾ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ടേക്ക് കെയർ ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ ആൻഡ് ടേക്ക് കെയർ. ബൈ.